സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തി. 40 മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ചയാണ് നടന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു കൂടിക്കാഴ്ച. അതേസമയം BSF മേധാവി ആഭ്യന്തര മന്ത്രാലയത്തിൽ നിർണായക ചർച്ചകൾ നടത്തുകയാണ്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്നും. ജിഷ്ണു, ഭാരതത്തിൻ്റെ സൈനിക മുന്നേറ്റം അതെല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ടാണോ ഇത്തരത്തിൽ കൂടിക്കാഴ്ചകൾ പുരോഗമിക്കുന്നത്? അൽനമ്പ്യാർ, തീർച്ചയായും നിലവിലെ പശ്ചാത്തലത്തിൽ നിർണായകമായ നീക്കങ്ങളും നടപടികളുമാണ് സൈനിക തലത്തിൽ ഉണ്ടാകുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് അതിശക്തമായ ഭാഷയിൽ മറുപടി നൽകാൻ, അത് വിവിധ മേഖലകളിൽ വിവിധ തരത്തിൽ മറുപടി നൽകാനാണ് രാജ്യം തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലും അതിശക്തമായിട്ടുള്ള നീക്കങ്ങൾ നടത്തിവരികയാണ്. ഈ പശ്ചാത്തലത്തിലാണ് സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാൻ ഡൽഹിയിൽ പ്രതിരോധ മന്ത്രിയും രാജ്നാഥ് സിംഗുമായി അദ്ദേഹത്തിൻ്റെ വസതിയിൽ 40 മിനിറ്റിലധികം കൊണ്ടുനിന്ന ചർച്ചകൾ കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്. ഈ കൂടിക്കാഴ്ചയിൽ നിലവിൽ സൈന്യം നടത്തിയിട്ടുള്ള നീക്കങ്ങൾ സംബന്ധിച്ചും തുടർ നടപടികൾ സംബന്ധിച്ചും നിർണായകമായ വിശദീകരണം സംയുക്ത സേനാ മേധാവി പ്രതിരോധ മന്ത്രിക്ക് മുൻപിൽ വെച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ യുദ്ധസമാനമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ അതിർത്തി മേഖലകളിൽ, പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിലും കൂടാതെ സമുദ്ര അതിർത്തിയിലും കര വ്യോമ അതിർത്തികളിലും ഇതിനോടകം തന്നെ സൈന്യം നടത്തിയിട്ടുണ്ട്. കര അതിർത്തികളിൽ ടാങ്കറുകളും മിസൈൽ ലോഞ്ചറുകളും ഉൾപ്പെടെ നിരത്തിക്കൊണ്ടൊരു യുദ്ധത്തിന് എങ്ങനെ രാജ്യം തയ്യാറെടുക്കുന്നു, അതിന് സമാനമായിട്ടുള്ള സൈനിക നീക്കങ്ങളാണ് ഇതിനോടകം നടത്തിയിട്ടുള്ളത്. ജമ്മു കാശ്മീരിലേക്ക് പഞ്ചാബ്, ഹിമാചൽ, ഹരിയാന സംസ്ഥാനങ്ങളിൽ നിന്നും കൂടുതൽ സേനാ യൂണിറ്റുകളെ ഇതിനോടകം തന്നെ വിന്യസിച്ചിട്ടുണ്ട്. നയതന്ത്ര തലത്തിലും നടപടികൾ ശക്തമാക്കുന്നു. ഇത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം നടത്തുമ്പോൾ തിരിച്ച് ഇനിയൊരു ഭീകരാക്രമണമോ തിരിച്ചടിയോ ഉണ്ടാകാതിരിക്കാനുള്ള പ്രതിരോധ നടപടികൾ കൂടുതൽ ശക്തമാക്കിക്കൊണ്ടാണ് ഈ സൈനിക നടപടികൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നതും സൈന്യം സ്വീകരിച്ചിട്ടുള്ള നടപടികൾ, ഒപ്പം തുടർ നടപടികൾ എന്താണ് എന്നുള്ള ആലോചനകളുമാണ് പ്രതിരോധ മന്ത്രിയുമായിട്ടുള്ള കൂടിയാലോചനകളിൽ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം കരസേനാ മേധാവി ജനറൽ ദ്വിവേദി ജമ്മു കാശ്മീരിൽ നേരിട്ട് സന്ദർശനം നടത്തിയിരുന്നു. പെഹൽഗാമിൽ സന്ദർശനം നടത്തിയിരുന്നു. ഗ്രൗണ്ട് റിപ്പോർട്ട് പരിശോധിച്ച ശേഷം അദ്ദേഹവും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് റിപ്പോർട്ട് നൽകിയിരുന്നു. ഡൽഹിയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായും തുടർച്ചയായിട്ടുള്ള യോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം വളരെ കൃത്യമായി നേരത്തെ നമ്മൾ സൂചിപ്പിക്കുന്നത് പോലെ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി രാജ്യം മുഴുവൻ കാത്തിരിക്കുന്നത് പോലെ പെഹൽഗാമിൽ വീണ ചോരയ്ക്ക് ഏതെല്ലാം രീതിയിലായിരിക്കും രാജ്യം മറുപടി നൽകുക എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള കൂടിയാലോചനകൾ, നടപടികൾ അത് നടക്കുന്നത് രാജ്യതലസ്ഥാനത്ത് തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നു. കേന്ദ്ര പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും തുടർച്ചയായിട്ടുള്ള യോഗങ്ങളിലൂടെ ഇത്തരം കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാൻ ഇന്ന് 4:15 ഡൽഹിയിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ വസതിയിലെത്തുകയും കൂടിയാലോചനകൾ നടത്തുകയും ചെയ്തിട്ടുള്ളത്. നയതന്ത്ര തലത്തിലും ശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് ഭാരതം പാകിസ്ഥാന് നൽകിയിട്ടുള്ളത്. അതിർത്തി മേഖലകളിൽ സേനാ വിന്യാസം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. നുഴഞ്ഞുകയറ്റം തടയുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. കൂടാതെ മുൻപ് ജമ്മു കാശ്മീരിൽ ഭീകര സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മേഖലകളിലെല്ലാം തന്നെ കൂടുതൽ സേനാ വിന്യാസം നടത്തിക്കൊണ്ട് പരിശോധനകൾ നടത്തുന്നുണ്ട്. അതായത് ഒരു പഴുതുമില്ലാതെ തിരിച്ചടിക്കുള്ള ഗ്രൗണ്ട് ഇതിനോടകം തന്നെ സൈന്യം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള ആ ഒരു വിശകലനമായിരിക്കാം ഇന്നിപ്പോൾ നടന്നിട്ടുള്ള ഈ സംയുക്ത സേനാ മേധാവിയും പ്രതിരോധ മന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഉണ്ടായിട്ടുള്ളത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉന്നതതല യോഗം ചേരുന്നുണ്ട്. അനിൽ നമ്പ്യാർ. നിർണായക കൂടിക്കാഴ്ചകൾക്ക് ഇന്ദ്രപ്രസ്ഥം സാക്ഷ്യം വഹിക്കുന്നു. സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തി. 40 മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ചയാണ് നടന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു കൂടിക്കാഴ്ച. BSF മേധാവി ആഭ്യന്തര മന്ത്രാലയത്തിൽ നിർണായക ചർച്ചകൾ നടത്തുകയാണ്. ജിഷ്ണു കൃഷ്ണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.